ഇവിടെ കിടന്ന് തൊണ്ട കീറിയിട്ട് ഒരു കാര്യവുമില്ല. മുഖ്യന്റെ മുമ്പിൽ ചെന്ന് വിളിക്കാം, അങ്ങേര് കേക്കട്ടെ. എത്ര ഗ്രൂപ്പ് കളിച്ചും കുതികാൽ വെട്ടിയുവാ മേനോൻ സാർ ഈ നിലയിലെത്തിയത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെയാ മുഖ്യൻ പറഞ്ഞു വരുത്താൻ ഇടയുണ്ടെന്ന്. ഈ വിധത്തിൽ ഇന്നേ വരെ ഒരു പരീക്ഷ പോലും എഴുതാത്ത ഈ മേനോൻ സാറിന് എന്തൊക്കെ പരീക്ഷണങ്ങളാ നേരിടേണ്ടി വരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇപ്പം മീറ്റിംഗിൽ മുഖ്യന് വേണ്ടി വാദിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവരാജൻ ഒഴിഞ്ഞു പോയ നായി നടന്നോണ്ട് ഒരു കാര്യവുമില്ല, നായ്ക്ക് ഇരിക്കാനോട്ട് നേരവുമില്ല എന്ന് മുഖ്യൻ പറയുന്ന ഞാൻ ഉദ്ദേശിച്ചത്. മേനോ സാറ് മുഖ്യമന്ത്രിയാകുമെന്ന് ഞാൻ വെറുതെ സ്വപ്നം കണ്ടു. എല്ലാം കൈവിട്ട് പോയില്ലേ? ഇല്ല ജോസ്പേട്ട, കൈവിട്ടു പോയി എന്ന് കരുതിയ പലതും നമ്മൾ വെട്ടിപ്പിടിച്ചെടുത്തിട്ടുണ്ട്. ജോസ്പേട്ടന്റെ സ്വപ്നം ഫലിക്കും. മുമ്പിൽ വീടാ, ഇനി പോവില്ല. അയ്യോ, ഇതെന്ത് പറ്റിയടാ? അഴിമതി വീരനും കുടില ബുദ്ധിശാലിയുമായ ഒരു മൂരാച്ചി മന്ത്രിക്കെതിരെ ശബ്ദമുയർത്തിയതിനും അങ്ങേരുടെ കോലം കത്തിച്ചതിനും പോലീസ് തന്ന സമ്മാനാണിത്. ഏത് മന്ത്രി? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇല്ലേ അമ്മ? അത് നിന്റെ അച്ഛനല്ലേ? ഞാനത് നിഷേധിക്കുന്നില്ല. കാശ് കൊടുത്ത് ഇടിപ്പിച്ച പോലെ ഇപ്പൊ എന്നെ ഐഡിയത്. അയ്യോ ഏട്ടാ, ഇത് എന്ത് പറ്റി? ഒന്നുമില്ല മോളെ, ഒന്നും. അയ്യോ, നന്നായിട്ട് കിട്ടിയ ലക്ഷണം ഉണ്ടല്ലോ. വിഷമിക്കണ്ട, ലാത്തിയുടെ ചൂടറിഞ്ഞ തുണക്കുട്ടന്മാർ രാഷ്ട്രീയത്തിലേറെ ശോഭിക്കും. എതിരാളികളെ ലാത്തി കൊണ്ട് അടിച്ചൊതുക്കിയും ചിലർ രാഷ്ട്രീയത്തിൽ വല്ലാതെ ശോഭിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര ശാശ്വതമല്ല. ഞാൻ മകനെയാണ് ഉദ്ദേശിച്ചത്. നീ ഇരിക്കെ, ഞാൻ വിളമ്പാ. ഓ, എനിക്ക് വേണ്ടമ്മ. ഇത് VIP-കളുടെ ടേബിൾ അല്ലേ, ഇവിടെ ഇരുന്ന് കഴിച്ചാൽ അങ്ങോട്ട് ഇറങ്ങില്ല. എനിക്കുള്ള വിധം ഞാൻ അടുക്കള പോയി കഴിച്ചോളാം. ജീവിതകാലം മുഴുവൻ നിനക്ക് അടുക്കളയിൽ കിടന്ന് ഇറങ്ങാനാ യോഗം. ഓ, എനിക്കത് മതി. എന്തായാലും ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പ് ഓഫീസിന്റെ തിന്നാലല്ലോ വന്ന് നിറങ്ങണത്. എന്നെയും എന്റെ ഗ്രൂപ്പിനെയും പരസ്യമായിട്ട് അവമാനിക്കുന്നവനെന്തിനാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ എന്റെ വീതം കഴിക്കാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കണത്? മക്കള് കഴിക്കുന്നതിന്റെ കണക്ക് പറയാ. ഞാൻ പറയൂടി, രാവിലെ ഇറങ്ങുമല്ലോ കഞ്ഞിമുക്കിയ ഡ്രസ് ഇട്ടുണ്ട്, അതിലും വേണം എന്റെ ചക്രം. അതെ, എല്ലാം സർക്കാരിനെ വെട്ടിച്ചുണ്ടാക്കുന്നല്ലേ. സർക്കാരിന്റെ കാശ് എന്ന് പറയുന്നത് ജനങ്ങളുടെ കാശാ, അതിലെനിക്കും അവകാശമുണ്ട്. നീ അടുക്കളയിലേക്ക് പോയി ഭക്ഷണം കഴിക്കും. ഉപദേശിക്കുകയാണ് കരുതരുത്. ജീവിതത്തിനൊരു ലക്ഷ്യമൊക്കെ ഉണ്ടാവും, എന്നിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കണം. നല്ല ഉപദേശം. ഇരിക്കുന്ന ആളോട് ചെന്ന് പറയും. പോത്തിനോടാണോ വേദം ഓതുന്നത്? ഞാൻ ഇതുദ്ദേശിച്ചത് മകനെയാ. അച്ഛനെ ഉദ്ദേശിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ. അച്ഛൻ അവന് വഴക്ക് പറയുന്നതിൽ എന്താ തെറ്റ്? അവന് ഞങ്ങളുടെ കൂടെ നിന്നൂടെ? എവിടെ നിൽക്കാനാ? എനിക്കെതിരെ ആഞ്ഞടിക്കാൻ ആ മുഖ്യനവനെ കരുവാക്കിയിരിക്കുക. ആരോപണം ഞാൻ നിഷേധിക്കുന്നു. ഇവൻ എന്റെ മോൻ തന്നെയാണോ അതാ മുഖ്യറ്റം? ആ ചോദ്യം ലക്ഷ്മി തീറ്റ കഴിഞ്ഞ് ഇറങ്ങി പോരുന്ന. ഓ, എത്തിയോ പട രാവിലെ തന്നെ. ഓ, എന്താടോ ഇത്? സ്വപ്പ പഴകഞ്ഞ അതല്ലടോ, പുറത്ത് എന്തോ ആൾക്കാരാന്ന്. ഇവറ്റകളെയൊക്കെ തിരുവനന്തപുരത്തേക്ക് കെട്ടിയെടുത്താ മതി എന്ന് പറഞ്ഞോണ്ടോ എനിക്ക്. വീട്ടിലും ഒരു സൗകര്യം തരില്ല എന്ന് വെച്ചാൽ നാശൂലങ്ങള്. എലക്ഷന് മാത്രമേ നമുക്ക് വരെ ആവശ്യമുള്ളൂ എന്ന് ആ പട്ടിണി പാവങ്ങൾക്ക് അറിയില്ലല്ലോ. ഇതിൽ ഭൂരിപക്ഷം പേരും മോനെ കാണാമെന്ന. മോന് നാട്ടിൽ നല്ല ടേസ്റ്റ് അല്ലേ പേരാ. വെണ്ടർ ചാണ്ടിയല്ലേ വരുന്നത്? കാശ് എത്ര ഉണ്ടെങ്കിൽ എന്താ വെണ്ടർന്നല്ലേ പേര്. ഞാനൊന്ന് കുളിക്കട്ടെ. കാക്ക വിളിച്ചാ കൊക്കാവൂ. ഞാൻ ചാണ്ടിയെ ഉദ്ദേശിച്ച്. അയാളോട് മാത്രം അകത്തേക്ക് വരാൻ പറ. ബാത്റൂമിലോട്ടോ? കാർഷിക കടമല്ലേ? അതെ. ജപ്തി ചെയ്യില്ല. ഗഡുക്കളായിട്ട് അടയ്ക്കാനുള്ള വഴിയൊക്കെ ഞാൻ ശരിയാക്കി തരാം. അമ്മ പോക്കോളൂ. ഇതാരും ചാണ്ടിച്ചനോ? 5.5 പവന കാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. ദുബായിക്കാരൻ ചെക്കനെ മരുമോനായിട്ട് കിട്ടിയതോടെ ചാണ്ടിയുടെ ശുക്രദശ തെളിഞ്ഞു. NRI മണിയല്ലേ ഒഴുകുന്നത്. കർത്താവ് അകത്തേക്ക് എല്ലാം പറഞ്ഞു. ഞാൻ പുറത്തുനിന്ന് വന്നോണ്ട് കാശുള്ളവനെ രാജാവിനെ മുഖം കാണിക്കാൻ പറ്റൂ. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ഭയങ്കര രാശിയുള്ളവനാ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച ഒരു സ്ഥാനാർത്ഥിയും ഒരു ഇലക്ഷൻ ഇന്നേ വരെ ജയിച്ചിട്ടില്ല. അതെന്റെ ക്വാളിഫിക്കേഷൻ. എന്റെ അമ്മയുടെ സത്യം. 77 തെരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച സ്ഥാനാർത്ഥി തോമസ് ചാണ്ടി ഇടിവെട്ടേറ്റ് മരിച്ചു. 84 സ്ഥാനാർത്ഥി പാണ്ടിലോറി കയറി മയ്യത്തായി. പിന്നെ മരിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. പിന്നെ മൈക്ക് അനൗൺസ്മെന്റിൽ ഞാൻ ബഹുമെടുക്കാനാ. മൈക്ക് അലവൻസ് അല്ല, മൈക്ക് അനൗൺസ്മെന്റ്. അത് തന്നെ ഞാനും പറഞ്ഞത്. എനിക്കറിഞ്ഞൂടെ? ഇവനെ നീ എന്റെ മാനം കളയരുത് ഈശ്വര. ഇവന്റെ കെട്ടിവെച്ച കാശെങ്കിലും കൊടുത്തേക്കണേ. ഇവന്റെ കാര്യം എനിക്കറിയാൻ പാടില്ല. വിശ്വാസികളെ, നാട്ടുകാരെ, അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് കെട്ടിക്കുന്നത് യുവത്വത്തിന്റെ പ്രതീകമായ കൃഷ്ണകുമാറിന് നമ്മുടെ ദേശീയ മൃഗമായ സിംഹം. ഒന്നും മിണ്ടാണ്ടിരോ, അതെന്നെ ഞാൻ പറയാൻ പോണത്. നമ്മുടെ ദേശീയ മൃഗമായ കടുവയുടെ സ്വന്തം ചേട്ടനായ സിംഹം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം.
രാജിവെക്കാൻ ഇവിടെ ആരും മുഖ്യമന്ത്രി ആയിട്ടില്ലടോ. നമുക്ക് ഇവിടെ ഭരിക്കാൻ പറ്റുമെന്ന് ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും 69 സീറ്റ് വെച്ച് പ്രതിപക്ഷത്തിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ കൃഷ്ണകുമാർ നമ്മളോടൊപ്പം നിന്നാലേ നമുക്ക് ഭരിക്കാൻ പറ്റൂ. എന്നാലേ 71 തികയൂ. കൃഷ്ണകുമാർ അതിന് തയ്യാറാവോ? സീറ്റ് കൊടുക്കാത്തതിന്റെ ദേഷ്യം കാണില്ലേ? ഞാൻ ഇതിനെക്കുറിച്ച് അവനോടൊന്ന് സംസാരിച്ചു. അവൻ ഇങ്ങോട്ടൊന്ന് വരാമെന്ന് അർത്ഥസമ്മതം മൂളിയിട്ടുമുണ്ട്. മേനോ മത്സരിക്കണ്ട, മോൻ മത്സരിച്ചാ മതിയെന്ന് ഈ മേനോനോട് ഞാൻ 100 വട്ടം പറഞ്ഞതാ. താൻ കേട്ടില്ല? അതെന്റെ രാഷ്ട്രീയ തന്ത്രം. നിന്റെ മകനെ നിർത്തിയിരുന്നെങ്കിൽ പ്രതിപക്ഷം പറയും മക്കൾ രാഷ്ട്രീയമെന്ന്. അച്ഛന്റെ പിൻബലമില്ലാതെ മക്കൾ സ്വയം വളരണം. അവനത് തെളിയിച്ചു. അതിനുവേണ്ടിയാ ഞാൻ എതിർത്തത്. ദിവാരേട്ടൻ ഗതാഗത മന്ത്രിയായിട്ട് ഇരുന്നിട്ടില്ലേ? പണ്ടെങ്ങോ ബസ്സിൽ കയറിയതാണോ പ്രവൃത്തി പരിചയം? വണ്ടി ഓടിക്കാൻ അറിയോ ദിവാരേട്ടന്? വേണ്ട. ആക്സിലേറ്റർ ക്ലച്ചും ബ്രേക്കും തിരിച്ചറിയോ? ഇല്ല. ആ ഇതായിരിക്കണേ കിഴിപ്പുള്ളി സാറ്. പണ്ട് വിദ്യുച്ഛക്തി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളല്ലേ? ഒന്ന് ചോദിച്ചോട്ടെ, ഈ വിദ്യുച്ഛക്തി എങ്ങനെ ഉണ്ടാക്കുന്നേ? പറയട്ടാ. അത് വെള്ളത്തിന്ന് ആണോ? പിന്നെന്താ വെള്ളത്തിൽ തൊട്ട ഷോക്ക് അടിക്കാത്ത? പറയാൻ അതൊക്കെ എന്തിനാ നമ്മൾ അറിയുന്നേ? സ്വിച്ച് ഇട്ടാ കറണ്ട് വരുന്നുണ്ടോ? അത് മാത്രം അറിഞ്ഞാൽ മതി. അതറിയില്ല. യവൻ പറയുന്നതിലും കാര്യമുണ്ടെന്നേ. പിന്നെന്താ ഷോക്ക് അടിക്കാത്ത? നമ്മളെന്തിനാ വല്ലവന്റെ കാര്യം ആലോചിച്ച് തല ഉണ്ടാക്കുന്നേ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആർഫ്യം ഞാൻ വിട്ടു തരില്ല. തനിക്ക് കൈയിട്ട് വരാൻ പറ്റിയ ഒരു വകുപ്പ് തന്നാ പോരെ? തരാം. എങ്കിൽ വനം മതി. നമുക്ക് സാവധാനം വെളുപ്പിച്ചെടുക്കാം. അതിന് യോഗ്യതയിലൊന്നും മാത്രം ആരും പറയരുത്. കാരണം ഞാൻ കാടിന്റെ മകനാ. അതുകൊണ്ട് ഭരണം ഒക്കെ ഞാൻ തന്നെയാ. ആയിക്കോട്ടെ. ഓ, വിളിയോട് വിളി. അത് പിന്നെ വിളിക്കാതിരിക്കൂ. സാറിന്റെ ലേഖനം അപാരം. ഇനി അങ്ങോട്ട് ശുക്രദേശയാ. തട്ട് ചെണ്ടയ്ക്കും തുട്ടുപാരാർക്കും. ഓ, അങ്ങനെ. ഞാൻ ഉദ്ദേശിച്ചത് മന്ത്രിയായതിന്റെ ചെണ്ടോട്ടും ആഘോഷവും ഇരിക്കടാ. ഇരിക്കേ. അച്ഛാ ഒരു മിനിറ്റ്. അനുഗ്രഹം മേടിക്കാനായിരിക്കും. ഓ, ചെന്നേ, ചെന്നേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഈശോയെ. അച്ഛൻ അവിടെ ഇരിക്കേ. ഇത് മന്ത്രിയുടെ കസേരയല്ലേ? ഇവിടെ ഇരിക്കേണ്ട ഞാൻ ഇവിടെ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറി ഇരുന്ന് ഇറങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബനാന ടോക്കാണ്. പഴഞ്ചൊല്ല് ഷോ കയ്യിൽ നിന്ന് പോയി. ഉണ്ടായിരുന്നു. അച്ഛൻ ഒരുപാട് കൊല്ലായിട്ട് ഈ നാടിനു വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ? ഇനി കുറച്ചു കാലം റെസ്റ്റ് എടുക്ക്. നമുക്ക് ആരോഗ്യമൊക്കെ നോക്കണ്ടേ? അതെ അതെ. മകൻ ഇവിടെ ഹോം മിനിസ്റ്റർ ആകട്ടെ. അച്ഛൻ ഇനി കുറച്ച് നാള് ഹോമിലെ മിനിസ്റ്റർ ആകട്ടെ അല്ലേ? ആ അമ്മേ, ഞാൻ ഓഫീസിൽ എത്തിയുള്ളൂ. പിന്നെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആ കുറച്ചു കാലം അവിടെ കാണും. സന്തോഷായില്ലേ? അച്ഛന് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പാലടയും പ്രഥമനൊക്കെ ആയിക്കോട്ടെ. വേണമെങ്കിൽ വീട്ടിലൊരു ATM കൗണ്ടർ ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. ATM? അതെ, എനി ടൈം മദ്യം ചുമ്മാ അടിച്ച് വീലായിട്ട് വാള് വെച്ചോട്ടെ സാർ. ഇനിയിപ്പോ ആര് ചോദിക്കാൻ? എന്തിനാ സാർ എന്ന് സമയം കളയുന്നത്? ഇപ്പൊ പോയ സന്ധിക്കുമ്പോ വീട്ടിലെത്താം. ഇവിടെ ഞങ്ങൾക്ക് 100 കൂട്ടം പണികളുണ്ടെന്നേ. അച്ഛനോട് നിന്നാലേ നമ്മുടെ പണി നടക്കത്തില്ല. ഓ, എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പോകുന്ന പോക്ക് കണ്ടില്ലേ? CPU പോയ കമ്പ്യൂട്ടറിനെ പോലെ. സർ, കളക്ടർ ഗോപിനാഥൻ കാണാൻ വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറയൂ. കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു സർ. ആ കുറച്ചേരം കൂടി വെയിറ്റ് ടയർ സാറേ. ഓക്കെ സർ. ഇയാൾ ആരാ? സ്വാമിനാഥൻ അയ്യർ, M.Com LLB, എന്റെ PA. അയ്യോ, അപ്പൊ ഞാനോ? താൻ വേറെ 8ാം ക്ലാസ്സും കുസ്തിയില്ലേ? അപ്പൊ എന്റെ പോസ്റ്റ്? എടോ, നിന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടിയ തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? ഇനി തിരികെ അങ്ങോട്ട് ചെന്ന് അവിടെ വിശ്വസിക്കില്ല. അതെന്റെ കുറ്റമല്ല. അപ്പൊ ഞാൻ എന്ത്? ആ താനെന്തെങ്കിലും ചെയ്യും. അല്ല പെങ്ങളെ, അച്ഛനെ ഇങ്ങനെ വഴക്ക് പറയാനായിട്ട് എന്താ ഇവിടെ ഇപ്പൊ ഉണ്ടായേ? അച്ഛൻ ഇപ്പൊ മന്ത്രിയല്ലെന്നും പറഞ്ഞ് അച്ഛന്റെ മെക്കിട്ട് കയറിയണ്ടല്ലോ. ഒരു മകൻ എന്നല്ലേ ഞാൻ സഹിക്കില്ല കേട്ടോ. ഞാൻ നിന്നോടാ പറഞ്ഞത്. നിന്റെ 5-6 പോലീസുകാരെ ചോദിച്ചപ്പോ നീ പവിയേട്ടനെ അപമാനിച്ചില്ലേ? ഓ, റൂട്ട് അങ്ങോട്ടാണോ? എന്നാ നീ ഒന്നോർത്തോ, തുമ്മിയാ തെറിക്കുന്ന മൂക്ക നിന്റെ ഈ മന്ത്രിക്കുപ്പായം. പക്ഷെ പവിയേട്ടൻ എന്നും കാണും ഈ IPS പദവി. എന്റെ പെങ്ങളെ, ഏത് കൊമ്പത്ത് IPS കാരനായാലും ഒരു മന്ത്രിയെ കണ്ട ഇങ്ങനെ നിക്കണം. അതാണ് കുഴപ്പം. സംശയം ഉണ്ടെങ്കിൽ ASP എളിയനോട് ചോദിച്ചോളൂ. എന്റെ പവിയളിയാ, പെങ്ങൾക്ക് ഈയിടെയായിട്ട് പൊതുവിജ്ഞാനം വളരെ വളരെ കുറവായിട്ട് വരികയാണ്. വന്നോ? ആ എവിടെയായിരുന്നു? ഞാൻ നിന്നോട് 2 ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്റെ ഭർത്താവ് നിന്നെ സാറേന്ന് വിളിക്കണം അല്ലേടാ? അയ്യയ്യേ, എന്താ അളിയന്മാരൊക്കെ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ചീപ്പാവണേ? ഇതൊക്കെ വീട്ടിൽ വന്ന ഭാര്യമാരോട് പറഞ്ഞു അതിന്റെ മോശം നിങ്ങൾക്കല്ലേ അളിയന്മാരെ? എന്താ ASP എളിയാ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അശ്ശോ, ഇപ്പൊ തന്നെ ഇവിടെ എല്ലാരും മനസ്സിലാക്കില്ല അവിടെയും എന്തൊരു കഥയുണ്ടെന്ന്. അല്ല, എന്റെ പെങ്ങന്മാരാണോ അളിയന്മാരാണോ ഇവിടെ പെണ്ണുങ്ങള്? അച്ഛാ, അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ കുട്ടികൾക്ക്? ഓഫീസ് വേറെ വീട് വേറെ എന്ന്. എന്നെ മന്ത്രി കസേരന്ന് എഴുതിപ്പിച്ചു വിട്ട എന്നോട് മിണ്ടാൻ വരണ്ട. ഞാനല്ലോ എഴുന്നേപ്പിച്ചു വിട്ടത്, ജനങ്ങളല്ലേ. അച്ഛൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം, പൊതുജനം കഴുതയല്ലെന്ന്. അതെങ്ങനെയുണ്ട് അളിയന്മാരെ? എല്ലാരും പോവാ. എന്താടാ അവിടെ ഒരു ശബ്ദം കേട്ടത്? വിഷു ഒക്കെ ആവാറായില്ല അമ്മ. ഞങ്ങൾ വെറുതെ പടക്കം പൊട്ടിച്ചളിച്ചാ. ഗുഡ് നൈറ്റ് അളിയാ. പത്രം വായിച്ചില്ലയോ? പുതിയ ആഭ്യന്തരമന്ത്രിയുടെ കൽപ്പന. വയറ് ഉറയ്ക്കാൻ പോലീസുകാർ രാവിലെ ഓടണമെന്ന്. ഞാൻ പണ്ടേ ഓടാറുണ്ട്. എന്റെ കർത്താവേ, കുതിരയ്ക്ക് വെച്ച കഴുതയ്ക്കും ഉണ്ടോ? എന്റെ ഈശോയെ, ഞാൻ സാറിനല്ല ഉദ്ദേശിച്ച. ഓ, നല്ല മസില. അളിയ ഒരു മിനിറ്റ്. അയ്യോ അതിനല്ല, എന്ത് ചെയ്യാനാ?
നിങ്ങളുടെയൊക്കെ കഷ്ടകാലത്തിന് ഞാൻ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയായി പോയി അല്ലേ അളിയ? അളിയൻ ഇനിയും ഡ്യൂട്ടിക്കിടയിൽ എന്നെ കാണേണ്ടി വരും, എന്നെ സല്യൂട്ട് ചെയ്യേണ്ടിയും വരും. തെറ്റ് കണ്ട ഞാൻ എന്തെങ്കിലും പറയുകയും ചെയ്യും. ആ അരിശം മുഴുവൻ അളിയ വന്ന് പെങ്ങളെടുത്ത് തീർക്കും. അത് കണ്ട ഞാൻ തിരിച്ചടിക്കും. അങ്ങനെ അടിയും തിരിച്ചടിയൊക്കെ ആയിട്ട് പോണ്ടതാണോ അളിയ നമ്മുടെ ഈ മാതൃകാ കുടുംബം? ഒന്നുമില്ലെങ്കിലും നമ്മൾ അളിയനും അല്ലേ അളിയ? അതുകൊണ്ട് ഞാൻ ഇരുത്തി ചിന്തിച്ചൊരു തീരുമാനം എടുത്തു. സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് അളിയനൊരു ട്രാൻസ്ഫർ ഓൺ ഡെപ്യൂട്ടേഷൻ. ഓർഡർ. നാളെ തന്നെ ജോയിൻ ചെയ്യണം. ഓൾ ദ ബെസ്റ്റ്. എങ്ങോട്ട്? ബീഹാറിലേക്ക്. ബീഹാറിലേക്കോ? ബീഹാർ ബെസ്റ്റ് സ്ഥലമാണ് അളിയ. നോ, എനിക്ക് പറ്റില്ല. നിനക്കെന്നെ ശരിക്കും അറിയില്ല. എന്താ അളിയ ഇങ്ങനെ ചില തെണ്ടി പിള്ളേരെ പോലെ? ഇത് ഗവൺമെന്റ് ഓർഡർ അല്ലേ, അത് ഹോം മിനിസ്റ്റർ നേരിട്ട് തരുന്നത്. അനുസരിച്ചേ പറ്റൂ. എന്താ ഇവിടെ? ASP അളിയനെ മന്ത്രി അളിയൻ ബീഹാറിലോട്ട് തട്ടി. മന്ത്രിയുടെ ഭരണപരിഷ്കാരങ്ങൾ കുടുംബത്തും. ബീഹാറിലേക്കോ? ബീഹാർ ബെസ്റ്റ് സ്ഥലമാണമ്മേ. അല്ല, ഈ ബീഹാർ എന്ന് പറയുമ്പോ എടീ ബീഹാർ ഗംഭീര സ്ഥല. നീ വിഷമിക്കണ്ട, നീ പതുക്കെ പോയാ മതി. പേടിക്കാനൊന്നുമില്ല സാറേ. അവിടെ ചെന്ന് ലല്ലു പ്രസാദുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കിയാൽ കുശാലല്ലേ കുശാൽ. അയ്യോ ചേടാ, കുടുംബത്തൊരു മന്ത്രി ഉണ്ടായാൽ അതുകൊണ്ട് ഗുണം ഉണ്ടാകേണ്ടത് കുടുംബക്കാർ. ഇതിപ്പോ അളിയന് വേണോ ഗുണം? അളിയന് ഈ ചിറാപ്പുഞ്ചി എങ്ങനെയാ? ചിറാപ്പുഞ്ചി? ആ ചിറാപ്പുഞ്ചി ബെസ്റ്റ് സ്ഥലമാണ് അളിയ. അവിടെ IAS കാർക്ക് എന്താ ഡിമാൻഡ് എന്നറിയോ? നമുക്കൊരു കൈ നോക്കിയാലോ? നീ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ പേടിച്ചു പോയോ? നമുക്ക് അച്ഛനെ നാഗാലാൻഡിലേക്ക് തട്ടിയാലോ? പോടാ അവിടുന്ന്.